നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. മതപരമായ കാര്യങ്ങളിലും നീതി നടപ്പാക്കുന്ന വിഷയത്തിലും രാജാവിനെയും കിരീടാവകാശിയെയും മോശമായി ചിത്രീകരിക്കുന്നവർക്ക് മന്ത്രിസഭ അംഗീകരിച്ച പുതിയ നിയമാവലി പ്രകാരം 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഭീകരാക്രമണങ്ങൾ നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, ആണവ പദാർത്ഥങ്ങൾ, രാസപദാർത്ഥങ്ങൾ, ജൈവ പദാർത്ഥങ്ങൾ, വികിരണമുള്ള പദാർത്ഥങ്ങൾ, വിഷപദാർത്ഥങ്ങൾ, വാർത്താവിനിമയ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ പരിശീലനം നേടൽ, പരിശീലനം നൽകൽ, നിർമ്മിക്കൽ, സംയോജിപ്പിക്കൽ, വികസിപ്പിക്കൽ, കൈവശം വെക്കൽ, കടത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കും വ്യാജരേഖകൾ നിർമ്മിക്കുന്നവർക്കും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കും യുദ്ധ പോരാട്ട ആയോധന കലാ പരിശീലനം നേടുന്നവർക്കും 10 മുതൽ 20 വർഷം തടവാണ് നിയമാവലി അനുശാസിക്കുന്നത്. ഭീകരർക്കും ഭീകര സംഘടനകൾക്കും വാർത്താവിനിമയ ഉപകരണങ്ങളും ജീവിതോപാധികളും താമസവും അഭയവും ചികിത്സയും യാത്രാ സൗകര്യവും യോഗം ചേരുന്നതിനുള്ള സ്ഥലവും നൽകുന്നവർക്കും മറ്റു സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കും 10 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വെടിയുണ്ടകളും ആണവ പദാർത്ഥങ്ങളും രാസപദാർത്ഥങ്ങളും ജൈവ വികിരണ വിഷപദാർത്ഥങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും കടത്തുന്നവർക്കും നിർമ്മിക്കുന്നവർക്കും വികസിപ്പിക്കുന്നവർക്കും അസംബ്ലി ചെയ്യുന്നവർക്കും ഇറക്കുമതി ചെയ്യുന്നവർക്കും കൈവശം വെക്കുന്നവർക്കും 15 മുതൽ 25 വർഷം വരെ തടവ് ലഭിക്കും. ന്യൂസ് ടുഡേ, റിയാദ്. സൗദി അറേബ്യയിൽ സ്ത്രീകളുടെ ഡ്രൈവിംഗ് നിരോധനം പിൻവലിച്ച് ഏതാണ്ട് 7 മാസമായിരിക്കെ മോട്ടോർ ബൈക്ക് ഓടിക്കാനുള്ള മോഹവുമായി വനിതകൾ. നിലവിൽ സൗദിയിൽ വനിതകൾക്ക് മോട്ടോർ സൈക്കിൾ ലൈസൻസ് നൽകുന്നില്ലെന്ന് രാജ്യത്തെ ഏക ബൈക്ക് പരിശീലന കേന്ദ്രമായ ബൈക്കേഴ്സ് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ വായിൽ ഹുറൈബ് പറയുന്നു. വനിതകൾ ഇതിനകം ട്രാക്ടർ, ട്രെയിലർ ലൈസൻസ് വരെ നൽകിയിട്ടുണ്ട്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കാറുകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും പ്രശ്നങ്ങൾ എന്തായാലും അവ ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. ബൈക്ക് ലൈസൻസ് അനുവദിക്കുന്ന കാര്യത്തിൽ ട്രാഫിക് പോലീസ് അഡ്മിനിസ്ട്രേഷനും ലൈസൻസിംഗ് ഡിവിഷനും തമ്മിൽ ചില ആശയക്കുഴപ്പമുണ്ടെന്ന് BSIയിൽ പരിശീലകയായ ഉക്രൈനിയൻ സ്വദേശി എലീന ബുക്കറിയേവ പറയുന്നു. BSIയിൽ ഇതുവരെ 18 വനിതകൾ ബൈക്ക് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കരിയർ മേള എജു കഫേ സീസൺ 3ക്ക് റിയാദിൽ പ്രൗഢമായ തുടക്കം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ഇന്ത്യൻ എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മേള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 3000-ലേറെ പേരാണ് പരിപാടിക്കെത്തിയത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവരും രാവിലെ രജിസ്റ്റർ ചെയ്തവരും അടക്കം 3000-ലേറെ പേരാണ് വിദ്യാഭ്യാസ മേളക്കെത്തിയത്. സൗദിയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന എജു കഫേയുടെ 3ാമത് എഡിഷനാണ് റിയാദിൽ. നിറഞ്ഞുകവിഞ്ഞ ഇന്ത്യൻ എംബസി സ്കൂളിലെ വേദിയിൽ വെച്ച് ഇന്ത്യൻ എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ എജു കഫേ ഉദ്ഘാടനം ചെയ്തു. I am also very happy to note that almost 20 universities are here, and I think perhaps for the first time we are also having Saudi universities among us, and this is a sign of not only the growing importance of the Indian diaspora students in the region, but also the kind of relationship that India and Saudi Arabia are developing over the years. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ദിൽഷാദ് അഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൗക്കത്ത് പർവേസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. MPM മുഹമ്മദ് ഹനീഷ്, ഡോക്ടർ സാറ അൽ ഷെരീഫ്, മെന്റലിസ്റ്റ് ആദി ആദർശ് എന്നിവർ നയിക്കുന്ന വൈജ്ഞാനിക വിനോദ സെഷനുകളാണ് ആദ്യ ദിനം നടക്കുന്നത്. വിവിധ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്ന കരിയർ മേളയും വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ അണിനിരക്കുന്ന എക്സ്പോയും കരിയർ ഗേറ്റ്വേസ്, കരിയർ ക്ലിനിക്, കരിയർ ക്യൂബ്, കരിയർ തിയേറ്റർ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നീ സമാന്തര സെഷനുകളും ഉണ്ട്. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് പ്രധാന സെക്ഷനുകളിൽ പ്രവേശനം.
കരിയർ മേളയും എക്സ്പോയും ഉൾപ്പെടെയുള്ളവ സന്ദർശിക്കാൻ പൊതുജനത്തിനും അവസരമുണ്ട്. ന്യൂസ് ടുഡേ, റിയാദ്. ജീവകാരുണ്യ പ്രവർത്തകനും കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങളുടെ അത്താണിയുമായ ഫിറോസ് കുന്നുംപറമ്പിലിന് ജിദ്ദ ഷറഫിയയിൽ ഒരുക്കിയ സ്വീകരണം ജനസാഗരം കൊണ്ട് വീർപ്പുമുട്ടി. ഉംറ നിർവഹിക്കാനെത്തിയ ഫിറോസിന് ഷറഫിയയിലെ ഇംബാല ഗാർഡനിൽ എടത്തനാട്ടുകാരുടെ കൂട്ടായ്മയായ ജീവ സ്വീകരണം സംഘടിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞെത്തിയത് അസാധാരണമായ ജനക്കൂട്ടമായിരുന്നു. ഷറഫിയ അടുത്ത കാലത്തൊന്നും കാണാത്ത ജനസഞ്ചയത്തിന് മുന്നിൽ വേദിയിൽ ഫിറോസ് വീർപ്പുമുട്ടി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ജീവിതമാകുന്നത്. സത്യസന്ധമായി ജീവിക്കുമ്പോൾ കിട്ടുന്നത് വലിയ ബന്ധങ്ങളാണ്. ഇവിടെ കിട്ടിയ സ്വീകരണം ഞാൻ ചെയ്ത നന്മയുടെ പ്രതിഫലമായാണ് കാണുന്നത്. ഒരാളുടെ ശരീരത്തിലേക്കല്ല, മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി സംഘടനകളുടെ സഹായങ്ങളും പാരിതോഷികങ്ങളും ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് ഫിറോസിന് കൈമാറി. താൻ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന സഹായാഭ്യർത്ഥനകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതികരണം ഉണ്ടാവുന്നത് സൗദിയിൽ നിന്നാണെന്ന് ഫിറോസ് പറഞ്ഞു. നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച ശേഷം സദസ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങി മൊഞ്ചുള്ള പെണ്ണല്ലേ എന്ന പാട്ടിന്റെ ഏതാനും വരികൾ പാടിയാണ് പരിപാടി അവസാനിപ്പിച്ചത്. പ്രമുഖ റീറ്റെയിൽ വിതരണ ശൃംഖല ലുലു ഹൈപ്പർ മാർക്കറ്റ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സൂപ്പർ ഫെസ്റ്റ് വിജയികൾക്കുള്ള ആഡംബര വാഹനങ്ങൾ വിതരണം ചെയ്തു. സൗദിയിൽ ലുലു 9ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സൂപ്പർ ഫെസ്റ്റ് ഒരുങ്ങിയത്. സൗദി അറേബ്യയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 9 വർഷം. ഇതിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ കോമ്പാസ് ജീപ്പ് ആഡംബര വാഹനങ്ങൾ വിതരണം ചെയ്തത്. ദിവസവും നടന്ന നറുക്കെടുപ്പിലൂടെ വിജയികളായ 14 പേർക്ക് ജീപ്പുകളും 1/2 ലക്ഷം റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനിച്ചു. റിയാദ് എർമൂക്ക് ലുലു ഹൈപ്പറിന്റെ ശാഖയിലാണ് വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തത്. മലയാളികളും സ്വദേശികളും സമ്മാനം നേടിയവരിൽ ഉൾപ്പെടും. ഞാൻ വളരെ സന്തോഷവതിയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. 2 വർഷത്തോളമായി ലുലു തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വിന്നറായതിൽ. അതുപോലെ തന്നെ ഈ ലുലുവിൻ്റെ പർച്ചേസിങ് വളരെ നല്ലതാണ്. ഇവിടുത്തെ പ്രവർത്തകരാണ് ഏറ്റവും വലിയ വിജയം. ഓരോ ലുലുവിൻ്റെ ഓരോ മാളിലുള്ള പ്രവർത്തകർക്കും ആ പ്രവർത്തകരുടെ പ്രവർത്തനമാണ് ഏറ്റവും വലിയ മിച്ചം. എൻ്റെ അനുഭവത്തിന് അതാണ് പഠിപ്പിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മാന പദ്ധതിയിൽ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചതെന്ന് ലുലു മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വമാണ് നറുക്കെടുപ്പ് നടന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. ന്യൂസ് ടുഡേ, റിയാദ്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്കും തിരിച്ചും പറക്കാം 4999 രൂപയ്ക്ക്. ബജറ്റ് എയർലൈനായ ഗോ എയർ ആണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബജറ്റ് എയർലൈനായ ഗോ എയർ പുതിയ അന്താരാഷ്ട്ര സർവീസുകൾ തുടങ്ങി. 4999 രൂപ മുതലാണ് ടിക്കറ്റുകൾ. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കാണ് ആദ്യ ഫ്ലൈറ്റ്. ഫെബ്രുവരി 28 മുതലാണ് സർവീസ് തുടങ്ങുക. റിട്ടേൺ അടക്കമുള്ള തുകയാണ് 4999 എന്ന് ഗോ എയർ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോ എയറിന്റെ 3ാമത്തെ അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനാണ് മസ്കറ്റ്. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രോഗ്രാം പ്രവാസി വീക്ഷണത്തിൽ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംവദിക്കുന്നു. പ്രവാസം ഒരു പ്രതിസന്ധിയിലാണോ, പ്രവാസം അവസാനിക്കാൻ പോവുകയാണോ എന്ന രീതിയിൽ ഗൾഫിൽ തൊഴിൽ സാധ്യതകൾ കുറയുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് നിരവധി ആളുകൾ തിരിച്ചു പോകുമ്പോഴും ഒരു ചോദ്യമായി ചർച്ചയായി ഉയർന്നു വരികയാണ്. ഈ അവസരത്തിൽ എൻ്റെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്, നമ്മുടെ മനുഷ്യകുലം
ഈ ഭൂമുഖത്ത് വാസമുറപ്പിച്ചത് മുതൽ പ്രവാസവും ഉണ്ട് എന്നുള്ളതാണ്. സാധ്യതകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂട്ടമായും ഒറ്റപ്പെട്ടും ആളുകൾ തൊഴിൽ തേടി പോവുകയും ഭക്ഷണം തേടി പോവുകയും അതുപോലെ ഉപജീവനത്തിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി സംഘമായി നീങ്ങുന്ന പ്രവണത മനുഷ്യരാശിയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഒരിക്കലും പ്രവാസം അവസാനിക്കുന്നില്ല. ഈ അടുത്ത കാലത്തായി ഗൾഫ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന തൊഴിൽ പ്രതിസന്ധിയിൽ ഇപ്പോഴുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അത് ദീർഘമായ കാലാടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഈ ഭൂമുഖത്ത് അവസരങ്ങൾ കുറയുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഏത് രീതിയിൽ ഇതിനെ മറികടക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റാൻ നമ്മുടെ നാട്ടിലും കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചില ശ്രമങ്ങൾക്ക് എന്നെ പോലുള്ള സംഘങ്ങളായി ചേർന്നുകൊണ്ട് പല കാര്യങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് മേഖലയിലേക്കാണ് ഇതുപോലുള്ള കൂട്ടു സംരംഭങ്ങൾക്ക് മുൻകൈയെടുത്ത് കാര്യങ്ങൾ തുടങ്ങാനും അതിൽ നമുക്ക് തൊഴിൽ സാധ്യത നമ്മൾ സ്വയം കണ്ടെത്തിക്കൊണ്ട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ സാധ്യതകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യാനുള്ള ഒരു പ്രയത്നമാണ് പ്രവാസികളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് രീതിയിലാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അവസരം സൃഷ്ടിക്കാനുള്ള അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ചുമതല തീർച്ചയായും നമ്മുടെ സർക്കാർ നിക്ഷിപ്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ മുൻകെടുത്തുകൊണ്ട് ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുകൊണ്ട് ഈ ഒരു കമ്മിറ്റി അതിൽ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലയിലുമൊക്കെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ഗൾഫിലേക്ക് പര്യടനം നടത്താനും ഈ അവസരങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് ഏത് രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഏത് രീതിയിലുള്ള സാധ്യതകളാണ് നാട്ടിൽ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതും ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് തൊഴിലവസരങ്ങൾ അതുപോലെ സ്വയം എന്റർപ്രീനേഴ്സായി മാറാനുള്ള സാധ്യതകൾ സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. മറ്റു പല കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പള്ളി പണിയാനും അമ്പലം പണിയാനും പത്രങ്ങൾ തുടങ്ങാനും ചാനലുകൾ തുടങ്ങാനും അതുപോലെ ഫണ്ട് പിരിവിനുമൊക്കെ പ്രവാസികളെ സമീപിക്കുന്ന നമ്മുടെ സർക്കാർ തലത്തിൽ തൊട്ട് അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ അവരൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സൗദി അറേബ്യയിലെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപജയത്തിന്റെ പാതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളമായ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ശതമാനം ആളുകൾ പുതിയ തൊഴിലന്വേഷണവുമായി ഇതിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അവിദഗ്ധ തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി കുടിയേറിയിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കം കുടിയേറിയിരുന്ന ഒരു തൊഴിലിടമാണ് സൗദി അറേബ്യ. എന്നാൽ ഈ അടുത്ത കാലത്ത് അവർക്കുള്ള ആ ഒരു അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായി വരുന്നവരെല്ലാം വിദഗ്ധ തൊഴിലാളികളാണ്. ഈ അവസരത്തിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇത്തരത്തിൽ മടങ്ങി വരുന്ന ആളുകളിലുള്ള ചെറിയ തുക, അവരൊരു വലിയ തുകയുമായിട്ടല്ല മടങ്ങി വരുന്നത്, ഇവരുടെ കയ്യിലുള്ള തുക ക്രിയാത്മകമായി വിനിയോഗിക്കാനുള്ള അല്ലെങ്കിൽ നിക്ഷേപിക്കാനുള്ള അവസരമൊരുക്കുകയാണ്. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കേരള സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകി നമ്മുടെ ഒരുപാട് കിഫ്ബി പോലുള്ള പദ്ധതികളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അടക്കമുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കാനുള്ള അവസരം അവർക്കൊരുക്കുക. നമ്മുടെ സംഘടനകളൊക്കെ ചേർന്ന് ഇത്തരം പദ്ധതികൾ ഇത്തരം ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് തൊഴിലന്വേഷിച്ച് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിൽ കൂടുതൽ പരിശീലനം ലഭ്യമാക്കാനുള്ള പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിച്ചുകൊണ്ട് അവരെ സഹായിക്കുകയുമാണ് വേണ്ടത്. ഇനിയും അവിദഗ്ധ തൊഴിലാളികൾ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. സൗദി അറേബ്യ മാത്രമല്ല, ഏത് രാജ്യത്തേക്ക് പോയാലും അവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ പരിശീലനത്തിനുള്ള സാധ്യതകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടെ സർക്കാർ നടത്തേണ്ടതുണ്ട്. ഈ
പദ്ധതികളെല്ലാം നോർക്കയുടെയും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ ബോർഡിന്റെയും ഒക്കെ പദ്ധതികൾ, ധാരാളമായുള്ള ഈ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ സംഘടനകൾ കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രവാസി സമൂഹത്തിന് ഇത് ഗുണകരമായി ഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.